വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ധ്യാനിക്കുമ്പോൾ 3 വാക്കുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തെ സംക്ഷിപ്തമായി ചുരുക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. 1. സൃഷ്ടി. ദൈവം പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിക്കുന്നു. 2. ശിക്ഷ. ആദിമാതാപിതാക്കൾ ദൈവഹിതത്തിനെതിരായി വിധിചലിച്ച് പാപം ചെയ്യുന്നു. അവർ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. 3. രക്ഷ. ആദിമാതാപിതാക്കൾക്ക് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ആ രക്ഷകനെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവം നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ആ രക്ഷകനായി ഇസ്രായേൽ ജനം അക്ഷമയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിന് വിരാമമായാണ് ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷകൻ ജനിച്ചു വീഴുക. സ്നേഹമുള്ളവരെ, കാലങ്ങൾക്കിപ്പുറവും തൻ്റെ വാഗ്ദാനത്തോട് വിശ്വസ്തത പുലർത്തുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും.